ഹലോ ഗായ്സ്, അപ്പോൾ 2025 എക്സാക്ട് ഹാഫിലാണ് നമ്മളിപ്പോൾ. ന്യൂ ഇയറിലെ ഗോൾസ് ഒക്കെ എഴുതി, ബട്ട് ഓണസ്റ്റ്ലി ലൈഫ് എവിടെയോ ഓഫ് ട്രാക്ക് ആയി. ഇപ്പോൾ എങ്ങനെയാ, ഒരു റീസെറ്റ് ഒക്കെ വേണ്ടേ? നിങ്ങൾ സ്റ്റക്ക് അല്ലെങ്കിൽ അൺമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദിസ് ഈസ് യുവർ സൈൻ ടു റീസ്റ്റാർട്ട്. അപ്പം ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലീനിങ് അല്ലെങ്കിൽ ഡീക്ലട്ടർ ചെയ്യുക. വെറും ക്ലീനിങ് അല്ല, ഡീപ് ക്ലീനിങ് തന്നെയാണ് ചെയ്യുന്നത്. എന്റെ റൂമിൽ എത്രയൊക്കെ ഓർഗനൈസ് ചെയ്താലും പെട്ടെന്ന് തന്നെ വൃത്തികേടാവുന്ന ഒരു സംഭവം ഈ ഒരു ബുക്ക് ആർട്ടാണ്. ആക്ച്വലി ഇതൊരു ഡംപിങ് സ്റ്റേഷൻ ആയി പോയിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പം ഒന്നും എടുത്ത് കളയാൻ വേണ്ടിയിട്ടില്ല, പക്ഷെങ്കിലൊക്കെ കൂടെ ഒന്നിൽ വെക്കുമ്പം ഒരു വൃത്തിയില്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഈ ബുക്ക് ആർട്ട് ക്ലീൻ ചെയ്ത സമയത്ത് ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്തതല്ല, അതുകൊണ്ട് തന്നെ ഈ ബുക്സ് ഒന്നും എടുത്ത് പൊടി തട്ടി ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ പൊടി പറ്റി കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ മൊത്തം വൃത്തിയാക്കും, വിഷ് ലിസ്റ്റ് എഴുതും, ഗോൾസ് എഴുതും, റുട്ടീൻസ് ഉണ്ടാക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ പകുതി വെച്ച് നിർത്തിപ്പോവും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ വേണ്ട കിടക്കട്ടെ, ഒരു മാസം അത്രയൊക്കെ നമുക്ക് ഈ റുട്ടീൻസ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഓർമ്മ തന്നെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയപടിയാവും. എന്നിട്ടൊരു ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ആ റിയലൈസേഷൻ വരിക, അയ്യോ നമ്മുടെ ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് റുട്ടീൻസ് ഇല്ല, ഗോൾസ് ഇല്ല, വിഷ് ലിസ്റ്റ് ഇല്ല, നമ്മൾ എവിടെ എത്തിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ. എന്തായാലും ഒന്ന് റീസെറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലീനിങ് തന്നെയാണ്. ക്ലീൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓക്കെ ആവും. നമ്മുടെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഒന്ന് വൃത്തിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ഒന്ന് ഫ്രഷ് ആവും. ഇനി നിങ്ങളതൊരു വലിയ റൂമാവട്ടെ ചെറിയ റൂമാവട്ടെ, നിങ്ങൾക്ക് റൂമില്ല, ഒരു വർക്ക് സ്പേസ് എന്ന് പറയാൻ ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ, എന്നാലും നിങ്ങൾ അതെങ്കിലും ഒന്ന് വൃത്തിയാക്കുക. ഈ ടേബിളൊക്കെ കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ വൃത്തിയാക്കിയത്. പക്ഷേ ഇത് അതുപോലെയല്ല, നമ്മൾ മൊത്തം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുകയാണ്, ഡീപ് ക്ലീൻ ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ മൊത്തം എടുത്ത് മാറ്റി ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് തുടയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം തന്നെ ഒക്കെ ചെയ്യാൻ നിൽക്കണമെന്നില്ല. ഒരു ദിവസം ഒരു സ്പോട്ട് പിക്ക് ചെയ്യുക, എന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഡേ നിങ്ങൾ വേറെ സ്പോട്ട് ക്ലീൻ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വലിയ ടാസ്ക് ആയിട്ടുള്ള വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്കിതുപോലെ ഫിസിക്കൽ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം ചില മെന്റൽ ബാഗേജും റിലീസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സ് ആണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യങ് ആവും. യങ് ഇൻ ദ സെൻസ് പ്രായം കൊണ്ട് യങ് ആയി എന്നല്ല, കുറച്ച് എനർജി ഒക്കെ വരും. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് കിട്ടും. അത് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലീനിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അതും ഡീപ് ക്ലീനിങ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ സാധാരണ കമന്റ്സ് ഒക്കെ വായിക്കുമ്പം ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ മോട്ടിവേഷൻ കിട്ടി, ജേർണലിംഗ് വീഡിയോസ് ഇടുമ്പോൾ ജേർണൽ ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടി, ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനിങ് ചെയ്യാൻ മോട്ടിവേഷൻ കിട്ടി എന്നൊക്കെ വായിക്കാറുണ്ട്, കമന്റ്സ് വായിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തോന്നിയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത്. ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. എൻ്റെ മാത്രമല്ല മിക്ക ഗേൾസിൻ്റെയും വലിയൊരു പ്രശ്നമാണ്, എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡി ആകുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഉണ്ടാവില്ല. ശരിക്കും നമുക്ക് ഡ്രസ്സ് ഉണ്ട്, നമ്മളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് എന്തൊക്കെ പെയർ ചെയ്യാന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്, കുഞ്ഞ് സ്പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പം ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഒന്ന് ക്ലീനായി കുളിച്ച് വന്നു. വൃത്തിയാക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു നെയിൽ പോളിഷ് കിട്ടിയത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടാണ്, പക്ഷെ ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. വൃത്തിയാക്കി കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഇതാണ്, നമ്മളിപ്പം മറന്നുപോയ കുറെ സാധനങ്ങളൊക്കെ കയ്യിലേക്ക് കിട്ടും. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ തോന്നും. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല, അധികം ന്യൂഡ് ഷെയ്ഡാണ് ഇടാറ്. പക്ഷേങ്കിൽ രസമാണ്, ചിലപ്പോൾ ഒക്കെ ഒരു ചേഞ്ച് വരുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് വെറുതെ വാങ്ങി വെച്ചിട്ട് ഷെൽഫിൽ വെക്കുന്നതിനെക്കാട്ടും നല്ല ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നതല്ലേ. ഇത് ഇപ്പം ഞാൻ ഈ നെയിൽ പോളിഷിനെ കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കിത് എന്തിലും അപ്ലിക്കബിൾ ആക്കാം. ഐ മീൻ, നിങ്ങൾ നെയിൽ പോളിഷ് തന്നെ ഷെൽഫിൽ വെക്കണമെന്നില്ല. ഈവൺ ഇപ്പോൾ ഒരു ഡ്രസ്സ് ആവാം. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ ഷെൽഫിൽ വെക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനായാലും എനിക്ക് എങ്ങനെ കുറേ ഡ്രസ്സ് ഉണ്ട്, എനിക്ക് ഇനി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കഴിഞ്ഞ ഡേ മൈ ലൈഫിന് കുറേ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ വീഡിയോസും സെയിം വൈബാണ്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുമോ നോക്കാം. ആക്ച്വലി എന്റെ വൈബല്ലേ എന്റെ വീഡിയോസിൽ കാണാൻ പറ്റുള്ളൂ. ഓരോ വീഡിയോസിലും നമുക്ക് വൈബ് ചേഞ്ച് ചെയ്യാൻ പറ്റൂലല്ലോ. അതുപോലെ ആളുടെ പ്രീവിയസ് കമന്റ്സ് നോക്കുമ്പോൾ ആൾക്ക് ജേർണലിംഗ് വീഡിയോസും വേണ്ട, സ്റ്റഡി വ്ളോഗ്സും വേണ്ട, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കുമ്പോൾ അവർക്ക് കൂടുതലും ജേർണലിംഗും സ്റ്റഡി വ്ളോഗ്സും ഒക്കെയാണ് താല്പര്യം. ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും സ്റ്റഡി വ്ളോഗ്സിന് വേണ്ടി പറയും. പക്ഷെ ഞാനിപ്പം
സ്റ്റഡി വ്ലോഗ്സ് ഇടാത്തത് കോളേജ് സ്റ്റാർട്ട് ആവാത്തതുകൊണ്ടാണ്. കോളേജ് പോയി തുടങ്ങിയാൽ നമുക്ക് സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ ഇടാലോ. വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്ട്രോബെറി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, തീം ബേസ്ഡ് ആയിട്ടുള്ള വ്ലോഗ്. എന്റെ വീഡിയോസിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കമന്റ് സെക്ഷൻ ആ ഒരു വീഡിയോന്റേതായിരുന്നു. ഇപ്പൊ കുറെ തീം ബേസ്ഡ് ആയിട്ടുള്ള വ്ലോഗ്സ് കാണുന്നുണ്ട്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്ലോഗ് കൊണ്ടുവന്നിട്ടും ആള് കമന്റ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എന്ത് വെറൈറ്റി ആണ് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്റെ ഒരു ചാനലിന്റെ നീഷ് ഇങ്ങനെ തന്നെയൊക്കെയാണ്. പിന്നെ എൻ്റെ ഒരു ഡേ ഇങ്ങനെയാണ് ഉണ്ടാവാറ്. ഞാൻ എല്ലാ വ്ലോഗിലും പറയാറുണ്ട്, ഐ മീൻ എൻ്റെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കാറുള്ളൂ. ക്ലാസ്സിലും പുറത്തൊന്നും പോവാത്തത് കൊണ്ട് തന്നെ എല്ലാ ഡേയും സെയിം വൈബാണ് ഉണ്ടാകുന്നത്. കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കുന്നത്. പുറത്തു പോകുമ്പോഴാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ മാസത്തിൽ ഒരു ദിവസമൊക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ഐ മീൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡു കമന്റ്, ഡു ഗിവ് സജഷൻ ഫോർ വീഡിയോസ്. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി റിയൽ ആയിട്ട് എടുക്കാന്നുള്ള രീതിയിലാണ് എപ്പോഴും ചെയ്യാറ്. എന്താ ഒരു ടിപ്പിക്കൽ ഡേ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ കാണിക്കാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കും. വീഡിയോ എടുക്കാത്ത ദിവസം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് എനിക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നാറുണ്ട്. ഓൾസോ ഞാനിപ്പോൾ എഡിറ്റിങ്ങിലൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പം 3-4 വീഡിയോസിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു ബ്രെഡ് സാൻഡ്വിച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേയുള്ള ഏതോ വീഡിയോയിലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. ഐ മീൻ ക്ലീനിങ്, അത് ഇത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു. ഇനി രാത്രി കുറച്ച് കോസി അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാണ് ഈ 6 മാസം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ഗോൾസ് എന്തായിരുന്നു, നമ്മുടെ വിഷ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തോ, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തോ, ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് എടുക്കുകയാണ്. അപ്പൊ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ടേബിളിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. വെറുതെ ചില്ലിയിരിക്കാൻ വേണ്ടിയിട്ടല്ല, ജാനുവരിയിൽ ഫുൾ എനർജിയിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്. ഇപ്പൊ ടേബിളിന്റെ മേലെയുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫിൽ വെറുതെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അതിനെ ഒന്ന് എടുത്ത് പൊടി തട്ടി എടുക്കണം. എന്താന്നിപ്പോ മനസ്സിലായിട്ടുണ്ടാവും, വേറൊന്നുമല്ല, നമ്മുടെ വിഷൻ ബോർഡ്. കുറെ പേരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ഓ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്, ഇതൊക്കെ ചെയ്യണ്ടേ, ഇതൊക്കെ എപ്പോഴാ ചെയ്യാന്നൊക്കെ ഉള്ളൊരു ബോധം വരുള്ളൂ. ചില പിക്ചേഴ്സ് ഒക്കെ പേസ്റ്റ് ചെയ്തെടുത്തുനിന്ന് എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുത്തു. ഈ പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങൾ. അപ്പം അത് തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ വേറെ ചില പിക്ചേഴ്സ് കാണുമ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരുമ്പോൾ ഒരു സങ്കടം. വിഷൻ ബോർഡ് ജസ്റ്റ് ഒരു ഡെക്കോർ പീസായിട്ട് മാത്രം കാണേണ്ട ഒരു സാധനമല്ല, റൂമിന്റെ ഒരു എസ്തെറ്റിക്കിന് മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സാധനവും അല്ല. അത് ആക്ച്വലി ഒരു സൈലന്റ് റിമൈൻഡർ ആണ് ഫോർ അവർ ഹോപ്സ്. നമ്മുടെ ഹോപ്പ് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈഫാണ് വേണ്ടത്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു റിമൈൻഡർ ആണ് ഈ ഒരു വിഷൻ ബോർഡ്. ഈ ഒരു 6 മാസം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഡ്രീംസ് മാറിയിട്ടുണ്ടാവും, ഇതിൽ ചിലതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ചേഞ്ചും ചെയ്യാം. പക്ഷെ ഞാനിപ്പം വിഷൻ ബോർഡ് ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു 6 മാസം കൊണ്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, ഗോൾസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും വിഷൻ ബോർഡ് ഈ ഒരു മിഡ് ഇയർ റീസെറ്റിന്റെ ഭാഗമായിട്ട് മാറ്റി വെക്കുന്നത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് വരുന്നത് നമ്മുടെ വിഷ് ലിസ്റ്റും ഗോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ന്യൂ ഇയർ ആയ സമയത്ത് ഈ ഒരു ജേർണലിലാണ് ഞാൻ വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ കുറേ സാധനം ഉണ്ടെങ്കിലും അതൊക്കെ മൈൻഡിലാണ് ആഡ് ചെയ്തത്, നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ ജേർണലിലേക്ക് ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ജേർണൽ ബുക്കിൽ വിഷ് ലിസ്റ്റ് എന്നുള്ള പുതിയൊരു പേജിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഇതിൽ എഴുതി വെക്കാം. എന്നിട്ട് ഈ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് മൊത്തം ടിക്ക് ചെയ്യുമ്പം, ഐ മീൻ മൊത്തം ടിക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, നമുക്ക് അങ്ങനെ ഹോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ചെയ്ത അല്ലെങ്കിൽ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വാങ്ങിച്ചതും ടിക്ക് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ വിഷ് ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ സ്റ്റിൽ ഹാപ്പി ടു സീ ദാറ്റ് ഡൺ. ടിക്ക് ചെയ്ത് കാണുമ്പം തന്നെ ഒരു സന്തോഷം.
നമുക്കെല്ലാവർക്കും വലിയ ഡ്രീംസും ഉണ്ട്, ചെറിയ ഡ്രീംസും ഉണ്ട്, പലതരം ഡ്രീംസും ഉണ്ട്. സ്മോൾ ആണെങ്കിലും സില്ലി ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എന്താണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ നമ്മളോട് തന്നെ പറയുകയാണ് എനിക്ക് ഇന്ന സാധനം വേണം അങ്ങനെ. അതുകൊണ്ട് എന്തായാലും എഴുതിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചെറുതാവട്ടെ വലുതാവട്ടെ എന്തോ എഴുതുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബുക്ക് തുറക്കുമ്പം ഒരു ലിസ്റ്റ് കാണുമ്പം എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഉള്ള നിങ്ങളുടെ ഹാപ്പിനെസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഇപ്പം തന്നെ നോട്ട് എടുക്കുക, എഴുതുക. ഞാനപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എഴുതി, ഗോൾസും കാര്യങ്ങളൊക്കെ എന്നെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു. ഇത്രയൊക്കെയാണ് ഒരു മിഡ് ഇയർ റീസെറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ന്യൂ ഇയറിൽ എടുത്ത കാര്യങ്ങളൊക്കെ സ്വയം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇനി എവിടെ തുടങ്ങണമെന്ന് മനസ്സിലാവാണ്ട് സ്റ്റക്ക് ആൻഡ് അൺമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇനിയുള്ള 6 മാസം അടിപൊളിയാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തെ പണി ഒറ്റ ദിവസം എടുത്ത പോലെ തോന്നുന്നുണ്ട്. ഒരു മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്തു. ഐ റിയലി ഹോപ്പ് ഒരാൾക്കെങ്കിലും ഈ ഒരു വ്ളോഗ് കണ്ടിട്ട് ലൈഫൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നുന്നു. ഓണസ്റ്റ്ലി ദാറ്റ് വിൽ മേക്ക് മീ സോ ഹാപ്പി. അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.